14-ാം നൂറ്റാണ്ട് മുതൽ കോഴിക്കോടിന് തെളിനീര് നൽകുന്ന ചിറയാണ് മാനാഞ്ചിറ. 130 മീറ്റർ നീളവും 109 മീറ്റർ വീതിയുമുള്ള ഈ ജലസ്രോതസ് നഗരത്തിന്റെ ദാഹശമനി കൂടിയാണ്. ലോക ജലദിനത്തിൽ മാനാഞ്ചിറയുടെ കഥ ഒന്ന് കണ്ടുവരാം. ഒരിക്കലും പറ്റാത്ത നീരുറവകളാണ് സാമൂതിരി രാജാവ് മനവിക്രമൻ നിർമ്മിച്ച ഈ കൂറ്റൻ കുളത്തെ സമൃദ്ധമാക്കുന്നത്. ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരിയായിരുന്നപ്പോൾ കുടിവെള്ള സ്രോതസ് എന്ന നിലയിൽ അദ്ദേഹം ഇത് സെയ്ദ് ജിഫ്രിക്ക് സമ്മാനമായി നൽകി. കുടിവെള്ളത്തിന് മാത്രമേ മാനാഞ്ചിറയിലെ ജലം ഉപയോഗിക്കാവൂ എന്ന് 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലും ഉത്തരവിറക്കി. അന്നു മുതൽ കോഴിക്കോട് നഗരത്തിന്റെ ദാഹശമനിയാണ് ഈ കുളം. നഗരത്തിലെ കടകൾ, ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ തുടങ്ങി 11ഓളം ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും സ്ഥിരമായി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. വേനൽക്കാലമായാൽ കോർപ്പറേഷന്റെ വാഹനങ്ങളിലും ഉന്തുവണ്ടികളിലുമായി പലയിടത്തും മാനാഞ്ചിറയിലെ ജലമെത്തും. കനത്ത വെയിലിൽ ഉന്തുവണ്ടികളിൽ വെള്ളവുമായി കച്ചവടം നടത്തുന്നവർക്ക് പറയാനുള്ളതും മാനാഞ്ചിറയുടെ ജലസമൃദ്ധിയെ പറ്റി തന്നെയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 30 വർഷമായി. ഞാൻ 93 ഇവിടെ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അന്ന് മുതൽ ഇപ്പം പറയുന്ന നിമിഷം വരെ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ജോലിയാണ് എനിക്ക്. ഇപ്പോൾ ഒരു ട്രിപ്പ്, ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ 500 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പോൾ അത് പിന്നെ മുട്ടായിത്തെരുവിൻ്റെ റൂട്ട് മുട്ടായിത്തെരുവാണ്. അപ്പോൾ ആ ലൈനിലേക്ക് കൂൾ ബാറിലും ചെറുകിട ഹോട്ടലുകളും ഒക്കെ ആയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ചിറ വറ്റിച്ച് ശുചീകരിച്ചിരുന്നു. അതിനു മുൻപ് 1983-ലായിരുന്നു ശുചീകരണം നടന്നത്. എന്നാൽ അന്ന് ചിറയിൽ വെള്ളം കൂടുതലായതിനാൽ പൂർണ്ണമായി വറ്റിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപ ചെലവിലാണ് കോർപ്പറേഷൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. .49 ഏക്കർ വിസ്താരമുള്ള ചതുരാകൃതിയിലുള്ള കുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ്. ആകർഷണീയമായ കുളം ഒരുപാട് പേരുടെ പ്രതീക്ഷയുമാണ്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.